നമസ്കാരം. വന്നു വന്നു കേരളത്തിലെ മാപ്രകളുടെ അന്നദാതാവാരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ: പിണറായി വിജയൻ. ആ ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഇവരെങ്ങനെ ജീവിക്കുമെന്നാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർക്ക് വാർത്താ കച്ചവടം നടത്തണമെന്നുണ്ടെങ്കിൽ ദേ ഈ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ വേണം. ഇവരെ സംബന്ധിച്ചുള്ള വാർത്തകൾ വിറ്റാൽ മാത്രമേ അവർക്ക് അന്നന്നത്തുള്ള അന്നത്തിന് വക കിട്ടൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോ പിണറായി വിജയൻ സ്വകാര്യ ആവശ്യത്തിനായി കുടുംബത്തോടൊപ്പം വിദേശത്തേക്ക് പോയി എന്നുള്ളതാണ് ഇവരുടെ വല്ലാത്ത വേദന. ആ പോകുന്നതിന് മുന്നോടിയായിട്ട് ഞങ്ങൾക്ക് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചില്ല അത്രേ. മറുപടി ഒന്നേ ഉള്ളൂ: സൗകര്യമില്ലായിരുന്നു. അങ്ങനെ മാത്രമേ മറുപടി പറയുന്നുള്ളൂ. നിങ്ങളാരാ? നിങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേക അധികാരമുള്ളതുപോലെ സ്വന്തം ഉള്ളിൽ ഒരു തോന്നലുണ്ട്. അങ്ങ് കേന്ദ്രത്തിലൊരു ടീമുണ്ടല്ലോ. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇതുവരെ മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. അടിമകളെ പോലെ കുറെ ചോദ്യം എഴുതി കൊടുത്തപ്പോ വാലു ആട്ടിപ്പോയിരുന്ന് ചോദ്യം ചോദിക്കുന്ന കേരളത്തിലെ തീപ്പൊരി വാലാട്ടികളെ നമ്മൾ കണ്ടു. ഇങ്ങനെയുള്ളവർ അടിപൊളി. പിണറായി വിജയൻ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു പിന്നോക്കാവസ്ഥയിൽ നിന്നൊക്കെ കടന്നു വന്ന വ്യക്തിയല്ലേ. അദ്ദേഹത്തിന് തറവാട്ട് മഹിമയൊന്നും പറയാനില്ലല്ലോ. അപ്പോ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്താലും മോശമാണ്. അദ്ദേഹത്തിന് വിദേശയാത്ര പാടില്ല, നല്ല കാറ് പാടില്ല, നല്ല വസ്ത്രം പാടില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവർക്കും സമാനമാണ്. അവരുടെ പഴയകാല ഫോട്ടോ വെച്ചിട്ടും ഇപ്പോഴത്തെ ഫോട്ടോ വെച്ചിട്ടും കണ്ടോ അവരുടെ മാറ്റം കണ്ടോ? ഇന്നവർ ജീവിക്കുന്ന ശൈലി കണ്ടോ? ഇതൊക്കെയാണ് കുറെയേറെ മാപ്രാമോങ്ങൽ. പിന്നെ അയാൾ സ്വന്തം വഴിവെട്ടി വന്നവനായതുകൊണ്ട് ഇതിനൊക്കെ പുല്ലുവില കൽപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ഈ വെറൈറ്റി മോങ്ങൽ കാണുമ്പോഴാണ് ഈ കുടുംബത്തിലുള്ളവർ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കുമായിരുന്നു. കാര്യം നിങ്ങൾക്ക് ബാക്കി ആര് ചെയ്യുന്നതിനും ഒരു പ്രശ്നവും ഇല്ല. ഈ അടുത്ത കാലത്ത് നമ്മുടെ കേന്ദ്ര സഹവാഴാജി ഒരു ഒഫീഷ്യൽ വിദേശയാത്രയ്ക്ക് പോയിരുന്നു. കൂടെ കുടുംബത്തെയല്ല കൊണ്ടുപോയത്, ഒരു മഹിളാ മോർച്ച നേതാവിനെ. കാര്യം ഇവിടെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ, നമ്മുടെ ട്രിപ്പ് അങ്ങ് ഉല്ലാസമാക്കണ്ടേ. ആ യാത്രയിൽ ഔദ്യോഗിക മീറ്റിംഗിൽ ഒരു മഹിളാ മോർച്ച നേതാവ് യാതൊരു പദവിയുമില്ല, പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിദേശത്ത്, അതായത് UAE ഉൾപ്പെടെ കൊണ്ടു നടന്ന് കറങ്ങിയിട്ട് വരാൻ പറ്റിയ ഒരാളായിട്ട് ഇദ്ദേഹം കൊണ്ടുപോയി. ഇതുപോലെ എന്തുകൊണ്ട് പിണറായി വിജയൻ ചെയ്യുന്നില്ല? അതൊക്കെയല്ലേ ഹീറോയിസം. അതൊക്കെ ചെയ്യാത്തത് കൊണ്ട് സ്വന്തം കുടുംബത്തെ ഒപ്പം കൂട്ടുന്നതാണ് എന്തോ വലിയ പോരായ്മ. അദ്ദേഹം മുഖ്യമന്ത്രി എന്നതിനപ്പുറം ഒരു കുടുംബസ്ഥനാണ്, പിതാവാണ്, അപ്പൂപ്പനാണ്, അങ്ങനെ പല പദവികളുമുണ്ട്. എവിടെയെങ്കിലുമൊക്കെ തന്റെ ഒഫീഷ്യൽ യാത്രയ്ക്ക് അദ്ദേഹം പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അൺഒഫീഷ്യൽ യാത്രയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ കൂടെ കൂട്ടേണ്ടത് ഏതെങ്കിലുമൊക്കെ താരങ്ങളെ അല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തെ തന്നെയാണ്. അത് ചിലർക്ക് വേദനിക്കുന്നുണ്ട്. കാര്യം ഈ കുടുംബങ്ങളെ അവരെങ്ങനെയാണോ കാണുന്നത് അതുപോലെയല്ലേ ബാക്കിയുള്ളവർ എന്തെങ്കിലും ചെയ്താൽ അതിൽ കുറ്റവും കുറവും കണ്ടെത്തണമെങ്കിൽ എവിടെയെങ്കിലും ഞാൻ എന്റെ കുടുംബത്തെ വല്ലാത്ത രീതിയിൽ പരിഗണിക്കുന്നുണ്ടെങ്കിൽ, അത് കുറ്റമായി കാണുന്നവരുണ്ടെങ്കിൽ അവരെങ്ങനെയായിരിക്കും സ്വന്തം കുടുംബത്തെ? എവിടെയെങ്കിലും പോകുമ്പോൾ ഇവരെന്തിനാണ് കൊണ്ടുപോകണം? ഈ മാരണങ്ങൾ എന്നുള്ള രീതിയിൽ സ്വന്തം കുടുംബത്തെ കാണുന്ന ചില മാപ്രകൾക്ക് ഇതൊക്കെ എന്തോ കൊള്ളരുതായ്മയായിട്ട് തോന്നും. പക്ഷേ ഈ നാട്ടിൽ ഇടതുപക്ഷത്തുള്ളവർ അങ്ങനെയാണ്. അവർക്കൊപ്പം തന്നെയാണ് അവരുടെ കുടുംബത്തെയും പരിഗണിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് കുറെ നിർവചനങ്ങൾ കൊണ്ടുവന്ന് ആക്ഷേപിച്ചാൽ എല്ലാം ഇപ്പൊ അങ്ങ് കെട്ടുപോകുമെന്നോ ഇതൊക്കെ അങ്ങ് നിർത്താൻ പോകുന്നു എന്നൊന്നും കരുതല്ലേ. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഈ പദവിയൊന്നും എല്ലാ കാലത്തും ഒപ്പം ഉണ്ടാകണമെന്നല്ല. അന്നും നമ്മുടെ കുടുംബത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് പദവികളിൽ ഇരിക്കുമ്പോഴും സ്വന്തം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ സ്വന്തം ഭാര്യയെയും തള്ളയെയും നോക്കാൻ നിവർത്തിയില്ലാത്ത ഒരു വിശ്വഗുരു അടിച്ച് മറയത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ലോകം മുഴുവൻ തെണ്ടി കടന്ന് ഈ നാടിന് തന്നെ 2000 കോടി രൂപയുടെ 3000 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയത് അത് പ്രധാനമന്ത്രി ചെയ്യാം. 8 കോടി രൂപയുടെ കാറിൽ നടക്കാം. കാര്യം എന്താണ്? സംഖ്യയാണെങ്കിൽ ഈ നാട്ടിൽ എന്ത് തോന്നിവാസവും എന്ത് തെമ്മാടിത്തവും കാണിക്കാം. അതിനെയൊക്കെ പൂവിട്ട് പൂജിക്കാനും വാഴ്ത്തിപ്പാടാനും ആൾക്കാരുണ്ടാകും. അതിന് കുഴലൂതാനായിട്ട് ഈ പറയുന്ന മാപ്രകൾ അവർക്കൊപ്പം ഇറങ്ങും. അതുകൊണ്ട് മാപ്രകളുടെ സർട്ടിഫിക്കറ്റ് തൽക്കാലം ഇവർക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ കുടുംബത്തെ ഉള്ളത് കൊണ്ട് വിറ്റ് ജീവിക്കാനും അന്നന്നത്തെ അന്നത്തിന് വക ഉണ്ടാക്കാനായിട്ട് മുതലാളി അപ്പക്കഷ്ണ എറിഞ്ഞു തരും. കാര്യം ഇവരെ കുറിച്ച് എന്തൊക്കെ വ്യാജ വാർത്തകൾ, അല്ലെങ്കിൽ ആൾക്കാർക്ക്, അല്ലെങ്കിൽ സംഘികൾക്ക് ഒരു മനസുഖം കിട്ടുന്ന വാർത്തകൾ സൃഷ്ടിക്കാൻ പറ്റും, അത് ചെയ്തു കൊടുക്കുകയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തം. ഇത് നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പുലമ്പി എന്ന് കരുതിക്കൊണ്ട് ആരും ഇത് കേട്ടിട്ട് ചൂടാനൊന്നും പോകുന്നില്ല. നിങ്ങൾ കുറെ മാപ്രകൾ ഓരോ കോലുമായിട്ട് ഓരോ നേതാക്കന്മാരെടുത്ത് നിങ്ങളുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ ചോദ്യമായി ചോദിച്ച് അവരെ കൊണ്ട് മറുപടി പറയിച്ചതിന് ശേഷം, ഇതാണ് കേരളത്തിലെ നേതാക്കന്മാരുടെ പൊതു അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ചോദ്യമായി ചോദിച്ച് അവർക്ക് കുറച്ച് മൈലേജും പബ്ലിസിറ്റിയും കിട്ടാൻ വേണ്ടി എന്ത് വിടുവായത്തരം അടിക്കുമ്പോൾ അതിനെ വാർത്തയാക്കി കാണിച്ചുകൊണ്ട് ഇതാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പണി എടുക്കാനുള്ള യാതൊരു തരത്തിലുള്ള
ക്വാളിറ്റിയും ഇല്ലെന്ന് സ്വയം തെളിയിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി നിങ്ങൾ ഇവിടെ കിടന്ന് തുള്ളിച്ചാടിയതുകൊണ്ട് പോകാതെന്ന് വരുന്നില്ല. നല്ല അന്തസ്സായിട്ട് പോയിട്ട് അദ്ദേഹത്തിന്റെ യാത്ര എങ്ങനെയാണോ ചാർട്ട് ചെയ്തിരിക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വരും. നിങ്ങളുടെ കൊരയൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിനു മുമ്പേ അദ്ദേഹം പോയത് അമേരിക്കയിലേക്ക് ഒരു തവണ പോയിരുന്നു. അന്ന് മുൻകൂട്ടി അറിയിച്ചാണ് പോയത്. എന്തെല്ലാം കഥകളാണ് മെനഞ്ഞത്. മുഖ്യമന്ത്രിയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ചാർജ്, 80,000 രൂപ, 1,00,000 രൂപ തുടങ്ങി സ്പോൺസർമാരുടെ കഥകൾ മനോരമ തട്ടിവിട്ടു. എവിടെയെങ്കിലും നടന്നോ? ഇല്ല. അപ്പോ നിങ്ങൾക്ക് ഈ പത്രക്കുറിപ്പ് തന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ കുറെ കഥ മെനയാമായിരുന്നു. അത് കിട്ടാത്തത് കൊണ്ട് കഥ മെനയാൻ ഞങ്ങൾ വൈകിപ്പോയി. അതിന്റെ ഒരു കെറുവിപ്പല്ലേ. പിന്നെ ഈ കുടുംബത്തെ അവരില്ലാതായിരുന്നെങ്കിൽ നിങ്ങൾ പട്ടിണിയിലായി പോയനെ. അതുകൊണ്ട് ആ കുടുംബം നിങ്ങളുടെ അന്നന്നത്തെ അന്നത്തിന്റെ വകയ്ക്ക് കൂടി ഭാഗമായി മാറുകയാണ്. സന്തോഷമാണ്. ആരെങ്കിലുമൊക്കെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ കുറച്ചായിരുന്നാലും നിങ്ങൾക്ക് ഒരു നേരത്തെ അഷ്ടിക്ക് കിട്ടുന്നുണ്ടല്ലോ. വാങ്ങിച്ച് തിന്നോ അല്ലെങ്കിൽ വാങ്ങിച്ച് കുടുംബത്തിന് കൊടുത്ത് പോറ്റിയാ മതി.